ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എഴുതി ചേർക്കപ്പെട്ടു. ഓരോ മനുഷ്യനെയും അത്ര സൂക്ഷ്മതയോടെ സൃഷ്ടിക്കുകയാണ് ദൈവം. അപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കാൻ അവസരം ലഭിച്ച ദൈവത്തിന്റെ ദയയോടുകൂടെ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായി ദൈവം നൽകിയ ദാനമായി നൽകിയതാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ ആരെയാണ് വിദേശികളെന്ന് വിളിക്കാൻ അവകാശമുള്ളത്? അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവത്തിന്റെ ദാനമായി സൃഷ്ടിച്ചു തന്നതാണ് ഈ ഭൂമി. ഈ ഭൂമി എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യത്തിന്റെ അതിര് തിരിക്കുന്നതല്ല. ഭൂമി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. അതല്ല ഒരു മനുഷ്യന്റെ പ്രാഗൽഭ്യം കൊണ്ടാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്നതെങ്കിൽ നമ്മളിൽ ഒരാളെ പോലെ അനേകം മനുഷ്യർ ലോകത്തിൽ ഉണ്ടാകുമായിരുന്നു. ഭൂമിയുടെ അങ്ങേ അതിർത്തിയിൽ ഒരമ്മ പ്രസവിച്ചാലും ഭൂമിയുടെ ഇങ്ങേ അതിർത്തിയിൽ വേറൊരമ്മ പ്രസവിച്ചാലും ഒരിക്കലും ഒരാളെ പോലെ മറ്റൊരാൾ ഉണ്ടാകുന്നില്ല എന്നത് തന്നെ ദൈവമാണ് നമ്മെ മെനഞ്ഞ് സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. ഇനി ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വദേശം എന്ന് പറയുന്നത് ഏതാണ്? 6 അടി മണ്ണും ചുടലക്കാടുമാണ് ഏതൊരു മനുഷ്യന്റെയും ശാശ്വതമായ ഭൂമിയിലെ ശാശ്വതമായ ദേശം. 6 അടി മണ്ണും ചുടലക്കാടുമാണ്. പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഈ 6 അടി മണ്ണിൽ ഒടുങ്ങത്തില്ലെന്ന് മാത്രമല്ല, അവന് മരണത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശു പീഡ സഹിച്ചു മനുഷ്യൻ മുഴുവനും പാപിയായിരിക്കെ അവന്റെ പാപത്തിന് മുഴുവനും പരിഹാരം ചെയ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മനുഷ്യന് വഴികാട്ടിയായി. അന്ത്യ അവസാന കാഹളം മുഴങ്ങുമ്പോൾ മനുഷ്യരെല്ലാവരും കണ്ണിമയ്ക്കുന്ന നിമിഷം